ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിന് സ്വാഗതം. ഇനി ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. അതോടെ തയ്യാറാക്കുന്ന അമ്മച്ചാണ്. അപ്പോൾ ഈ അടുക്കളയിലോട്ട് നമുക്ക് പോവാം. നല്ലോണം ഒന്ന് കഴുകിയതാണ്. ഇത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയതാണ്. ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് 1/2 കിലോ ഇറച്ചിയാണ്. നമുക്കിത് ഇനി പൊടികളൊക്കെ ചേർത്ത് പുരട്ടി ഒരു 10 മിനിറ്റ് വെക്കണം. നല്ല ഇറച്ചിയാണ്. എന്നിട്ട് നമുക്ക് കുക്കറെ വേവിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് ഇത് പുരട്ടി വെക്കാനുള്ളതാണ്. ഇത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പൊരു 1/2 സ്പൂണ്, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പുരട്ടി വെക്കണത്. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചാണ് നമ്മളിത് യോജിപ്പിച്ചെടുക്കുന്നത്. പിന്നെ വെള്ളം ചേർക്കണ്ട. ഈ എണ്ണയുടെ അകത്താണ് ഇത് വേകുന്നത്. ഇത് കുക്കറിൽ വെക്കാനാണ് നമ്മളിതൊക്കെ പുരട്ടുന്നത്. 10 മിനിറ്റ് നേരം വെക്കണം പുരട്ടി. എന്നിട്ടാണ് നമ്മളിത് കുക്കറിൽ വെക്കുന്നത്. നല്ലപോലെ മിക്സായി ഇരിപ്പുണ്ട്. എണ്ണ കൂടെ ചേർത്തത് കാരണമാണ് ഇങ്ങനെ റെഡി ആയിരിക്കണം. നമുക്കിത് കുക്കറിലോട്ട് വെക്കാം. വെള്ളം ഒഴിക്കണ്ട. പുരട്ടിയ ഇതിൽ വെള്ളമൊക്കെ ഉള്ളതാണ്. ഇത് വെന്തോളൂ. കാശ്മീരി മുളക് പൊടി 2 തരം മുളക് പൊടിയുണ്ട്. എരിവ് കുറഞ്ഞതും എരിവ് കൂടിയതും ഉണ്ട്. നമുക്ക് അടച്ചപ്പുറത്തോട്ട് കൊണ്ട് വെക്കാം. വേകട്ടെ. നമുക്കിതേ സവാളയൊക്കെ വാട്ടാനുള്ള എണ്ണ ഒഴിക്കാം. കടുകിടണം. വേപ്പില ഇട്ട് തേങ്ങ കൊത്തിടണം. അതിൻ്റെ ശേഷം ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി, പച്ചമുളക്, മൂന്ന് സവാള അരിഞ്ഞത്, 1/2 കിലോ ഇറച്ചിയുണ്ട്. ഉപ്പിട്ടതാണെങ്കിൽ ഇതിന് ഇച്ചിരി ഉപ്പ് ചേർത്ത് വേണം നമ്മളിത് വാട്ടിയെടുക്കാൻ. ഇത് ഇവിടെ ഇരുന്ന് ആവിയിലിരുന്ന് വേകട്ടെ. മൂടി വെച്ചേക്കാം.
അതെ നമുക്ക് തുറന്നു. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ഇറച്ചി പുരട്ടിയതിൽ കുറച്ച് മുളക് പൊടിയേ ചേർത്തുള്ളായിരുന്നു. ഇതുകൂടെ ഒന്ന് ഗ്രേവിയുടെ അകത്ത് ചേർക്കണം. ഇച്ചിരി കൂടെ റെഡിയാകണം. ഇത് സവാളയൊക്കെ വേണ്ട. ഇതിൽ ഇച്ചിരി കൂടെ വെള്ളമുണ്ട്, അത് പറ്റട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ച് പറ്റിക്കണം. വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി ഇതിലേക്കിടാം. കുരുമുളകും പെരുംജീരകവും നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. ഇത് കല്ലേ പൊടിച്ചതാണ്, നമ്മുടെ അരകല്ലേ പൊടിച്ചതാണ്. ഒരു സ്പൂൺ മതി. ഇതിലിച്ചിരി നെയ്യ് കൂടെ ചേർക്കാം. നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ റെഡി ആയിരിക്കും. നല്ല ചൂടായി റെഡി ആയിരിക്കും. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.